ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ദിവസം വീടിൻ്റെ പുറത്തിറങ്ങി ഞാൻ ഇങ്ങനെ ആംബിയൻസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പുറത്ത് പോയി ഒരു ചായ കുടിച്ചാൽ കൊള്ളാന്ന് തോന്നിയത്. അങ്ങനെ നേരെ ഞാൻ വണ്ടി എടുത്ത് പുറത്ത് കൊണ്ടുവന്നപ്പോൾ വണ്ടിയിലാണെങ്കിൽ പെട്രോൾ ഇല്ല. പിന്നെ ഞാൻ നേരെ അടുത്തുള്ളൊരു പെട്രോൾ പമ്പിൽ പോയി 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് എവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു സ്ഥലം വന്നു. പക്ഷേ ഇത്രയും ഇരുട്ടിയോണ്ട് അവിടെ ഈ സമയത്ത് പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. കളത്തിൽ കടവ് പാലം എന്നാണ് സ്ഥലത്തിന്റെ പേര്. സംഭവം എന്താന്ന് പറഞ്ഞാൽ, ഒരു പാലത്തിന്റെ സൈഡിൽ ആൾക്കാർക്ക് നടക്കാനൊക്കെ പറ്റിയ അതിമനോഹരമായ വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലം. പക്ഷെ ഞാൻ വന്ന സമയം കുറച്ച് താമസിച്ചു പോയത് എനിക്ക് അധികം കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും ഇങ്ങോട്ടേക്ക് വരാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഒരു വൈകുന്നേരം ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചില്ലടിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഗൈസ്. പിന്നെ ഒരു ഈവനിങ് വാക്കോ മോർണിംഗ് വാക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റും ഗൈസ്. കാരണം അത്രയും നല്ല വ്യൂ ആണ് ഗൈസ്. ഇത്രയും ഇരുട്ടി തന്നെ ഇത്രയും നല്ല കാഴ്ചകൾ കാണാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചമുള്ളപ്പോൾ എന്ത് നല്ല വ്യൂ ആയിരിക്കും. കുറച്ചും കൂടെ നേരത്തെ വരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് മനോഹരം ഭയങ്കര രസമാണ് ഇവിടെ. എനിക്ക് ഇപ്പം കാണിച്ചാൽ എനിക്ക് മനസ്സിലാവത്തില്ല, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും. പിന്നെ ഒരു ദിവസം നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. പിന്നെ ഗൈസ്, ഞാൻ നമ്മളെ ലാലേട്ടൻ്റെ തുടരും സിനിമ കണ്ട് ഗൈസ്, എൻ്റെ പോരോ ഒരു ലാലേട്ടൻ ഫാൻ എന്ന നിലയിൽ ഐ ആം ഫുൾ. എൻ്റെ മനസ്സ് നിറഞ്ഞാണ് ഗൈസ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. കാണാത്തുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി കാണണം. കിടിലൻ സിനിമയാണ് ഗൈസ്. തരുൺ മൂർത്തി ഡിഡ് ഹിസ് ബെസ്റ്റ്. അടിപൊളി സിനിമയാണ് ഗൈസ്, ഒന്നും പറയില്ല. അപ്പം നമുക്ക് പോയി ചായ കുടിക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ചെറുതായിട്ട് മഴ തുടങ്ങിയോ എന്നൊരു ഡൗട്ട്. അയ്യോ. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞാൻ പുതുപ്പള്ളി എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗൈസ് പുതുപ്പള്ളി പള്ളി. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പള്ളിയുടെ സൈഡിൽ കുറേ തട്ടുകടകൾ പോലത്തെ സംഭവങ്ങൾ വരും. അപ്പോൾ അതിലൊരു കടയിൽ പോയി ഞാൻ ഒരു ചായയും ഒരു പരിപ്പടയും പറഞ്ഞു. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു ഗൈസ്. ഇങ്ങനെ വൈകുന്നേരം പുറത്തിറങ്ങാൻ തോന്നിയതും നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നിയതും എല്ലാം കൊണ്ടും വളരെയധികം ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ലൈറ്റ് ഇട്ടൊക്കെ എന്താണെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇത് ഇവിടെ പുതുപ്പള്ളി പെരുന്നാൾ വരെയാണ്. മെയ് 5, 6, 7 പെരുന്നാൾ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം. ഇനി ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് വരാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആരൊക്കെങ്കിലും ഇതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ വണ്ടി പോകണം ഇഷ്ടമാണോ? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വണ്ടിക്ക് സ്പീഡിൽ പോകണത് ഭയങ്കര കേടാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഗെയിംസ്. ഒരെണ്ണം ഇപ്പം കാണിച്ചു തരാം. തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. എനിക്കറിയാം ഒന്നുമില്ലാത്തൊരു വീഡിയോ ആയിരുന്നു. എനിക്കറിയാം, ചുമ്മാ വൈകുന്നേരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ചായ കുടിച്ച് അത് ഒന്ന് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ഒരു കുറച്ച് സമയം എന്നെ കണ്ടിരുന്നതിന് താങ്ക് യു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ വീണ്ടും വരും. അപ്പോൾ ബൈ.